സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാനിപ്പോൾ ഒരു പുതിയ കാർ അടിച്ചു മാറ്റാൻ പോകുന്നത്. അതാണ് ലംബോർഗിനി ഉറൂസിൻ്റെ RGB വെർഷൻ. അതിനു വേണ്ടി നമുക്ക് ഡൊമിങ്കോസിൻ്റെ അടുത്ത് പോകണം. അതിന് മുമ്പ് ഇപ്പോഴത്തെ കാർ കളക്ഷൻ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ കാർ കളക്ഷൻ. എങ്ങനെയാണ്, സീനല്ലേ? എന്തായാലും ഈ കളക്ഷനിൽ കുറച്ചും കൂടി സീനാക്കാൻ വേണ്ടി നമ്മളടുത്ത കാർ അടിച്ചു മാറ്റാൻ പോകുന്നത്. അത് നമുക്ക് ഷിൻചാൻ്റെ റിയറത്ത് പോയി പറഞ്ഞിട്ട് വരാം. മേലിലേക്ക് കയറി അത്രയുള്ളൂ. ഇപ്പം കിടന്നേനെ. ഷിൻചാനെ റിയ, ഞാനൊരു സ്ഥലം വരെ പോയിട്ട് വരാവേ. ശരി ചേട്ടാ, പോയിട്ട് വാട്ടേക്ക്. ശരി ഫ്രാങ്ക്ലിൻ ഭായ്, പെട്ടെന്ന് പോയിട്ട് അടിച്ചു മാറ്റിയിട്ട് വാ. സോ ഗൈസ്, അവിടെ സാങ്ഷനും കാര്യങ്ങളൊക്കെ നമ്മൾ നേടിയിട്ടുണ്ട്. നമുക്കെന്തായാലും പെട്ടെന്ന് അടിച്ചു മാറ്റാൻ പോവാം. ഞാൻ ഡൊമിങ്കോസിനൊക്കെ ഓൾറെഡി വിളിച്ചു പറഞ്ഞ് രാത്രി കാര്യങ്ങളെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇവരൊക്കെ ഉറങ്ങുന്ന സമയത്ത് നമുക്കെന്തായാലും പെട്ടെന്ന് അങ്ങോട്ട് പോവാം. എവിടെയാണ് ചാടാൻ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് പോവാം. ഡൊമിങ്കോസ് ചാടി പോവാം ഗൈസ്. കണ്ട, ഇങ്ങനെ ആൾക്കാരെ കില്ല് ചെയ്യാതെ നമുക്ക് പെട്ടെന്ന് പോവാം. നമ്മൾ ഇന്ന് നന്മയുടെ പാതയിലാണ് സഞ്ചരിക്കാൻ പോകുന്നത്. ചിലപ്പോൾ 1-2 ആൾക്കാരൊക്കെ കൊന്നൊക്കെ വരും. അതൊക്കെ സർവ്വസാധാരണമല്ലേ ഗൈസ്. അതിപ്പോൾ നിങ്ങളായാലും ചിലപ്പോൾ കൊന്നൊക്കെ വരും, പോലീസൊക്കെ വന്നെന്നൊക്കെ വരും. അതൊക്കെ അങ്ങനെയായി ഗൈസ്. എന്താണെന്നറിയില്ല, നമ്മളിങ്ങനെ ആൾക്കാരെ കൊന്ന് ശീലിച്ച് പോയി. ഞാൻ കറക്റ്റ് വീണ്ടും ഉള്ളിൽ കയറി. അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ചെറിയ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ലഭ്യമാണ്. ഇങ്ങനത്തെ ട്രിക്സിന് വേണ്ടി ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ മതി. വേറെ കാശും കാര്യങ്ങളൊന്നും വേണ്ട. ഉള്ളി നിങ്ങളുടെ ഒരു സബ്സ്ക്രൈബും പിന്നെ അത് ഓളാക്കി വെച്ചാൽ മതി. വേറെ ഒന്നും വേണ്ട. കഥ പറഞ്ഞിട്ട് താഴെ വീണ് ഇവിടെ എണീറ്റ് പോവാം. താഴെ വന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ് ഇങ്ങോട്ട് കയറിയത്? എന്തായാലും കയറി പോവാം. ഇപ്പോഴും സംഭവിക്കണല്ലേ. ചാടി ഡൊമിങ്കോസേ മോനെ താഴ്ത്തി. എന്താന്ന് വെച്ചാൽ ഈ വട്ടം കുറച്ച് അഡ്വഞ്ചറായ കാര്യമാണ്. ആദ്യം നീ പോയി നമ്മുടെ ട്രെയിൻ എടുത്ത് ആ സിറ്റിയിൽ പോകണം. ആ സിറ്റിയിൽ നിന്ന് നമ്മുടെ ഹെലികോപ്റ്റർ എടുത്ത് വേറെ സിറ്റിയിൽ പോകണം. ആ സിറ്റിയിൽ നിനക്ക് അതിൻ്റെ RGB വേർഷൻ കിട്ടും. അങ്ങോട്ട് പോകാൻ കുറച്ച് സമയം എടുക്കും. എന്തായാലും ഓൾ ദ ബെസ്റ്റ്. സോ ഗൈസ്, നമുക്ക് ഡൊമിങ്കോസ് പറഞ്ഞ പോലെ ആ സ്ഥലത്തേക്കൊക്കെ പോയി നോക്കാം. ആദ്യം നമുക്ക് പോയി ട്രെയിൻ പിടിക്കാം. ട്രെയിൻ പിടിച്ചില്ലെങ്കിൽ നമുക്ക് നമ്മളെ മറ്റേ സിറ്റിയില്ലേ, റിയനെ പിക്ക് ചെയ്യാൻ പോയ ആ സിറ്റിയിലൊക്കെ കാറിൽ പോകാൻ പറ്റും. അപ്പം നമുക്ക് ട്രെയിൻ കിട്ടിയില്ലെങ്കിൽ എന്തായാലും കാറിൽ പോവാം. പിന്നെ അവിടുന്ന് ഹെലികോപ്റ്ററിൻ്റെ ലൊക്കേഷൻ തപ്പി അങ്ങോട്ട് പോവാം ഗൈസ്. ഇന്നത്തെ വീഡിയോ ഇച്ചിരി ലെങ്ത്ത് കുടുങ്ങി സീനായി ഗൈസ്. കുടുങ്ങിപ്പോയി. ഇനി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണം. ഇനി പുതിയ കാർ അടിച്ചു മാറ്റണമല്ലോ. ഇവിടെ ഒന്നും കാണുന്നില്ല, ഒരു കാറും ഇല്ല, ഒരു തേങ്ങയില്ല. എവിടെ ഇതടിച്ച് മാറ്റാൻ നമുക്ക് നല്ല കിടിലം ബുഗാട്ടിയാണ്. ഇറങ്ങടോ പുറത്ത്, ഇറങ്ങടാ. ഇറങ്ങട്ടെ, എന്നാൽ നമുക്ക് ഇറക്കിടാം. അത്രയുള്ളൂ ഗൈസ്. നമുക്ക് നേരെ, ഞാൻ വെറുതെ സ്ലാങ് ഒന്ന് മാറ്റിപ്പിടിച്ചാണ്. വീഡിയോ ഒന്ന് നിർത്തിയിട്ട് പോകുമായിരുന്നു ഗൈസ്. ഞാൻ കാല് പിടിച്ച് അപേക്ഷിക്കുകയാണ് ഗൈസ്. നമുക്കെന്തായാലും പെട്ടെന്ന് പോവാം. എങ്ങോട്ട് പോവാം? റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാം. ആദ്യം ഞാൻ തിരിച്ചപ്പോൾ വഴിമാറിപ്പോയായിരുന്നു. അത് കാരണമാണ് ഗൈസ് അങ്ങനെ പറ്റിയത്. നമുക്ക് എന്തായാലും പെട്ടെന്ന് പോവാം. ഇവിടെയാണെങ്കിൽ ട്രെയിനും ഇല്ല. കുറച്ച് പുറകോട്ട് പോയി നോക്കാം. നമുക്ക് ട്രെയിൻ ഹൈജാക്ക് ചെയ്ത് എടുത്തുകൊണ്ട് വരാം. ഇല്ല, ട്രെയിനൊന്നും കിട്ടിയില്ല. ഞാൻ കാറും കൊണ്ട് കഷ്ടപ്പെട്ട് ഇവിടം വരെ എടുത്തുകൊണ്ട് വന്നു. ഇന്ന് നമുക്ക് നേരെ ഹെലികോപ്റ്റർ തപ്പണം. ഹെലികോപ്റ്റർ എവിടെയാണെന്നറിയില്ല. എനിക്ക് തോന്നണം ആ ബീച്ചിൻ്റെ ആ സൈഡിൽ എവിടെയെങ്ങാണ്ട് ആയിട്ടാണെന്ന് തോന്നണു. എനിക്കറിയില്ല. ഇവിടെ എവിടെയെങ്ങാണ്ടാണല്ലോ പറഞ്ഞത്. സോ ഗൈസ്, അങ്ങനെ നമുക്ക് ഹെലികോപ്റ്റർ കിട്ടിയിട്ടുണ്ട്. ഇതെങ്ങനെ ഇതിങ്ങനെ ഇങ്ങനെയൊക്കെയാണ് മേലെ പോകണം. ഇനി ഹെലികോപ്റ്ററിൽ നമ്മൾ സീൻ്റെ അങ്ങോട്ട് ചെന്ന് ചാടുമ്പോൾ നമ്മൾ ടെലപ്പോർട്ടായി വേറെ സിറ്റി എത്തും. ആ സിറ്റിയിൽ നിന്ന് ഒരു ജെറ്റ് ബാക്ക് എടുത്തിട്ട് അവിടെ നിന്ന് എങ്ങോട്ടോ ചാടുമ്പോൾ നമ്മൾ വീണ്ടും ടെലപ്പോർട്ടോ. അങ്ങനെയാണ് ഇതിൻ്റെ ടെക്നോളജിയ. സോ ഗൈസ്, അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് വീണ് ഇവിടെ എത്തി. എൻ്റെ നടുവൊക്കെ ഒടിഞ്ഞു. എൻ്റെ ഈ കാറില്ല ഗൈസ്. അത് കാരണം നമുക്കൊരു കാർ അടിച്ച് മാറ്റണം. സോ ഗൈസ്, നമ്മളങ്ങനെ ആ കാർ അടിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ആ ലൊക്കേഷനിൽ പോവാം. ലൊക്കേഷൻ എന്ന് വെച്ചാൽ ഒരു കാട് ഈ ഭാഗത്ത് എവിടെയെങ്ങാണ്ടാണ്. ഇവിടെ നിന്ന് അടുത്തല്ല, കുറച്ചും കൂടിയും പോകണം. എവിടെയാണാവോ എന്തോ ദൈവത്തിനറിയാം. നമുക്ക് ഈ വഴിയൊക്കെ പോയി നോക്കാം. എനിക്ക് ഈ സിറ്റി അത്രയ്ക്ക് ഇല്ല.
സോ ഗൈസ് അങ്ങനെ നമ്മുടെ ജെറ്റ് പാക്ക് നമ്മുടെ കൈ വന്നിട്ടുണ്ട്. ഇനി കുറച്ച് ദൂരം ഈ സൈഡിലേക്ക് പറന്നിട്ട് നമുക്ക് ചാടിയാൽ നമ്മൾ വീണ്ടും ടെലപ്പോർട്ട് ആവുമെന്നാണ് പറയുന്നത്. എനിക്കറിയില്ല ഗൈസ്. അപ്പോൾ നമുക്ക് ചാടി നോക്കാം. സോ ഗൈസ് ഞാനങ്ങനെ ചാടി ഗൈസ്. ചാടി അയ്യോ നടു ഓടി. എന്തായാലും ഞാൻ എണീറ്റ് നിന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇവിടെ നിന്ന് ഒരു കാർ അടിച്ച് മാറ്റണം ആ ലൊക്കേഷനിലേക്ക് പോകണമെങ്കിൽ. ഇവിടെ നിന്ന് അത്യാവശ്യം ദൂരമുണ്ട്. എന്തായാലും ഈ കാണുന്ന കാർ എടുക്കാം. അങ്ങനെ നമ്മൾ ആ കാർ എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ദൂരെയുള്ള ലൊക്കേഷനാണ്. ഇവിടെ ഒന്നും ഒരാളെ കാണുന്നില്ല. ഈ സിറ്റി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഇല്ലയെന്നറിയില്ല. ഇതാണ് GTA 5 സിറ്റി. ഡൊമിങ്കോസ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞിട്ട് മനഃപൂർവ്വമാണ്. എന്താണെന്ന് വെച്ചാൽ എന്നെ ഇങ്ങോട്ട് വിളിച്ചത് ഞാൻ ചെന്നില്ല. അത് കാരണം കാറിൻ്റെ ലൊക്കേഷൻ ഇങ്ങോട്ടാക്കി എന്നെ പ്രാങ്ക് ചെയ്യുകയാണെന്ന് അറിയില്ല. ഇവിടെ എവിടെയും കണ്ടാണ് ഇവിടെയാണെന്ന് തോന്നുന്നു. കയറ്റി നോക്കാം. സോ ഗൈസ് നിങ്ങൾ ഈ കാണുന്ന ഈ കാണുന്നതാണ് ലംബോർഗിനി ഉറൂസിൻ്റെ RGB വേർഷൻ. നമുക്ക് എന്തായാലും ഇത് പോയി എടുത്ത് നമ്മുടെ വീട്ടിലേക്ക് പോകാം. ഇനി പ്ലെയിനും ഒന്നും പറക്കാൻ നിൽക്കാനുള്ള ഓരോ സ്പോട്ടിൽ പോയി ടെലപ്പോർട്ടാക്കി നേരെ വീട്ടിലേക്ക് വിടാം. എനിക്കൊന്നും ഇനി ഇവിടെ നിന്ന് ചാടി അങ്ങോട്ട് പോയി നമ്മുടെ ഉറൂസ് ആരെങ്കിലും അടിച്ചുകൊണ്ട് പോകും. അങ്ങനെയൊക്കെ ചെന്നാൽ നമുക്കിനി സീനാണ് ഗൈസ്. നമുക്ക് എന്തായാലും കാറ് വഴി തന്നെ വീട്ടിൽ പോകണം. ഈ ഉറൂസിന് അത്രയ്ക്കും വലിയ ചാട്ടമൊന്നുമില്ല. ഇതിനി മോഡിഫൈ ചെയ്ത് നമ്മുടെ വണ്ടിയിൽ അത്ര ആക്കണം. ഞാനാകെ ഉപയോഗിക്കുന്നത് എപ്പോഴും ഡിഫൻഡർ. എൻ്റെ കട്ടയും മറമൊക്കെ പോയല്ലോ. ഞാൻ ഉപയോഗിക്കുന്ന ഡിഫൻഡർ ആയ കാരണമാണ് ഞാൻ അത് നല്ല മോഡിഫൈ ചെയ്തിട്ട്. ഇതൊക്കെ മോഡിഫൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് യെസ് എന്ന് കമൻറ്റ് ചെയ്താൽ മതി. സോ ഗൈസ് അങ്ങനെ നമ്മൾ ചാടി വീട്ടിൽ എത്തിയിട്ടുണ്ട്. നമുക്കിനി വണ്ടി ഇവിടെ വെച്ചിട്ട് പോയി ഷിൻചാനെ റിയനെയും കാണിച്ചു കൊടുക്കാം. നമുക്ക് കുറച്ച് സ്റ്റൈലായിട്ടൊക്കെ പാർക്ക് ചെയ്യാം. ഞാൻ കുറച്ച് ഗൗരവത്തോടെയാണ് അവരുടെ അടുത്ത് പറയാൻ പോകുന്നത്. റിയ ഷിൻചാൻ ഇങ്ങോട്ട് ഇറങ്ങി വരൂ എന്നൊക്കെയാണ് പറയാൻ പോകുന്നത്. അവർക്കൊരു നല്ലൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അല്ല പിന്നെ വേറെ കാര്യം കൊണ്ടൊന്നുമല്ല. ഓ ഗൈസ് നമുക്ക് പെട്ടെന്ന് പോയി അവരെ വിളിച്ചിട്ട് വരാം. എവിടെ ഇങ്ങനെ കയറിപ്പോയാൽ മതി. ചിലപ്പോൾ ഇവിടെ വീഴാൻ ചാൻസ് ഉണ്ട് ഗൈസ്. ഇവിടെയൊക്കെ ഇവിടെയൊക്കെ വെള്ളമാണ്. അപ്പോൾ എന്തായാലും കയറിപ്പോവാം. റിയ ഷിൻചാനെ ഞാൻ എത്തി. റിയയും ഷിൻചാനും താഴത്തേക്ക് വന്നു. എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. ശരി ഫ്രാങ്കിളിനെ ഞങ്ങളിതായി പോരാ. ഞാൻ ഷിൻചാനെ എടുത്തിട്ട് വരാം. സോ ഗൈസ് അവർ വരാമെന്നൊക്കെ സമ്മതം മൂളിയിട്ടുണ്ട്. വരുമല്ലോ. വന്നില്ല ഇടിയാണ് ഗൈസ്. മുട്ടിനിടിയാണ്. എന്തായാലും നമുക്ക് അവിടെ പോയി നിൽക്കാം. എന്നിട്ട് അവർ വരും. അവർക്ക് സർപ്രൈസ് ആയിട്ടല്ല ഞാൻ വന്നേക്കാം. പക്ഷെ ഗൗരവമായിട്ടാണ് പറഞ്ഞത്. എന്തായാലും അവർ വരും ഗൈസ്. വന്നിരിക്കും. സോ ഗൈസ് റിയ ഷിൻചാനെ വെച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് സർപ്രൈസ്? ഈ കാർ എങ്ങനെയുണ്ട്? കൊള്ളാമോ? ഫ്രാങ്ക്ലിൻ നിങ്ങൾ സർപ്രൈസ് തന്നു. താങ്ക് യു. ഫ്രാങ്ക്ലിൻ ഭയങ്കര ഇല്ലാതെ തന്നെ. സോ ഗൈസ് റിയക്കും ഷിൻചാനും നമ്മുടെ കാർ ഇഷ്ടപ്പെട്ടു. നമ്മുടെ കാർ കളക്ഷനിൽ പുതിയ കാർ ആഡായിരിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇതുപോലത്തെ വീഡിയോസ് വരെ സബ്സ്ക്രൈബ് തോന്നി ഇട്ടാൽ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ ബൈ സീ യു. നടുവൊക്കെ ഒന്ന് റെഡി ആക്കട്ടെ.